നമസ്കാരം. കമ്പനിയിലെ മുതിർന്ന ജീവനക്കാർ ഉൾപ്പെടെ ലൈംഗിക പീഡന ആരോപണങ്ങളിലും മതപരിവർത്തന ശ്രമങ്ങളിലും അന്വേഷണം തുടരുന്നതിനിടെ മഹാരാഷ്ട്ര നാസിക്കിലുള്ള ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ BPO സെന്ററിലെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. അടുത്ത അറിയിപ്പുണ്ടാകുന്നതുവരെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാനാണ് ജീവനക്കാർക്ക് വ്യാഴാഴ്ച നൽകിയിരിക്കുന്ന നിർദ്ദേശം. ലൈംഗിക അതിക്രമ പരാതികൾക്ക് പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഓഫീസ് താൽക്കാലികമായി അടച്ചിടാൻ കമ്പനി തീരുമാനിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടന്നു വരികയാണ്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് ജീവനക്കാരുടെ ഓഫീസിലേക്ക് വരേണ്ടതില്ലെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. നിലവിൽ 9ഓളം കേസുകളാണ് രാജ്യത്തെ പ്രമുഖ IT കമ്പനിയായ TCSന്റെ നാസിക് ശാഖയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തൊഴിലിടത്തിൽ വർഷങ്ങളോളം നീണ്ടുനിന്ന മാനസിക പീഡനങ്ങളും മതപരമായ വിവേചനങ്ങളും പുറത്തു വന്നതോടെയാണ് ഓഫീസ് താൽക്കാലികമായി അടച്ചുപൂട്ടിയിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഡാനിഷ് തൗസിഫ്, HR എക്സിക്യൂട്ടീവ് നിധ ഖാൻ എന്നിവരടക്കം 9ഓളം പേരെ പോലീസ് ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2022 ഫെബ്രുവരി മുതൽ 2026 മാർച്ച് വരെയാണ് ഈ സംഭവങ്ങൾ നടന്നത്. കമ്പനിയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തന്നോട് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് കാണിച്ച് ഒരു വനിതാ ജീവനക്കാരി പരാതി നൽകിയിരുന്നു. ലൈംഗിക ചൂഷണത്തോടൊപ്പം തന്നെ ചില ജീവനക്കാരെ പ്രത്യേക മതത്തിലേക്ക് മാറാൻ ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചു എന്ന ആരോപണവും ഉയർന്നു. മതപരമായ കാര്യങ്ങളിൽ ഇടപെടുകയും പ്രത്യേക വിശ്വാസങ്ങൾ പിന്തുടരാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തുവെന്നാണ് ആരോപണം. HR മാനേജർ അടക്കമുള്ളവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. അറസ്റ്റിലായവരെ TCS സസ്പെൻഡ് ചെയ്തിരുന്നു. 9 പേരെ പ്രതികളായി തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഈ സംഭവങ്ങൾ സംഘടിതമായി നടന്നതാണെന്ന് സംശയിക്കുന്നതായി നാസിക് പോലീസ് കമ്മീഷണർ സന്ദീപ് കർണിക് പറഞ്ഞു. 7 പുരുഷന്മാരും ഒരു സ്ത്രീയും ഉൾപ്പെടെ 8 പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു വനിതാ പ്രതി ഒളിവിലാണ്. അശ്വിനി ചൈനാനി, ഡാനിഷ് ഷെയ്ഖ്, തൗസിഫ് അത്താർ, റാസ മേമൻ, ഷാറൂഖ് ഖുറേഷി, ഷാഫി ഷെയ്ഖ്, ആസിഫ് അഫ്താബ് അൻസാർ, ഷാറൂഖ് ഷെയ്ഖ് എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. അറസ്റ്റിലായ പുരുഷന്മാർ ജോലിസ്ഥലത്ത് ഒരു പ്രത്യേക സംഘത്തെ പോലെയാണ് പ്രവർത്തിച്ചിരുന്നതെന്നും പോലീസ് പറയുന്നു. പ്രധാനമായും വനിതാ ജീവനക്കാരെ ലക്ഷ്യം വെച്ചാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. പ്രതികളിൽ മതപരമായ പീഡനത്തിന് കേസെടുത്ത നിധ ഖാൻ പരാതിക്കാരെ നിരുത്സാഹപ്പെടുത്തുകയും പ്രതികളെ സഹായിക്കുകയും ചെയ്ത മുൻ HR ഹെഡ് അശ്വിനി ചെനാനി എന്നിവരും ഉൾപ്പെടുന്നു. ഈ പ്രവൃത്തികൾക്ക് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ സ്വാധീനമുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് പറയുന്നു. സാധ്യമായ ഫണ്ടിംഗ് സ്രോതസ്സുകളെക്കുറിച്ചും അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ചും ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ATS, NIA എന്നിവരെയും വിവരം അറിയിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തുവരുന്ന ഏത് സൂചനകളും പിന്തുടരുന്നുമെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഈ സംഘത്തിന് മറ്റ് രാജ്യങ്ങളിലെ ഏതെങ്കിലും സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്നും ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ടിംഗ് ലഭിക്കുന്നുണ്ടോ എന്നും പരിശോധിക്കാൻ പോലീസ്, സ്റ്റേറ്റ് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ്, ഭീകരവിരുദ്ധ സേന, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തുടങ്ങിയ ഏജൻസികളുടെ സഹായവും തേടിയിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നതിനനുസരിച്ച് മാത്രമേ എന്തെങ്കിലും നിഗമനങ്ങളിൽ എത്താൻ സാധിക്കൂ എന്ന് കമ്മീഷണർ കർണിക് പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് ആദ്യമായി പരാതി നൽകാനെത്തിയ യുവതിക്ക് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാൻ ഭയവും മടിയും ഉണ്ടായിരുന്നു. എന്നാൽ പോലീസിന്റെ പിന്തുണയ്ക്കും കൗൺസിലിംഗിനും ശേഷമാണ് ഇവർ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ഇതിനുശേഷമാണ് കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തിയത്. ഇതാണ് കേസിൽ ഒന്നിലധികം FIRകൾ ഉണ്ടാകാൻ കാരണമായത്. മതപരിവർത്തന ശ്രമങ്ങൾക്കും മതവികാരം വ്രണപ്പെടുത്തിയതിനും ഒരു പുരുഷ ജീവനക്കാരൻ നൽകിയ പരാതി, സഹപ്രവർത്തകനെതിരെ ബലാത്സംഗത്തിനും മതപരമായ പീഡനത്തിനും ഒരു സ്ത്രീ നൽകിയ പരാതി, ജോലിസ്ഥലത്തെ ലൈംഗിക പീഡനത്തെക്കുറിച്ച് 4 സ്ത്രീകൾ നൽകിയ റിപ്പോർട്ടുകൾ എന്നിവയുൾപ്പെടെയുള്ള പരാതികളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. പ്രതികളിൽ പലരും മുതിർന്ന തസ്തികകളിൽ ഉള്ളവരാണെന്നും പരാതിക്കാർ അവരുടെ കീഴിൽ ജോലി ചെയ്യുന്നവരാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. നാസിക് ഓഫീസിലെ 8 വനിതാ ജീവനക്കാരുടെ പരാതികൾ ഉൾപ്പെട്ട ഈ കേസ് വലിയ IT കമ്പനികളിലെ ജോലി സ്ഥലത്തെ സുരക്ഷയെക്കുറിച്ചും പരാതി പരിഹാര സംവിധാനങ്ങളുടെ കാര്യക്ഷമതയെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് വീണ്ടും തുടക്കമിട്ടു. ജീവനക്കാരുമായി ആശയവിനിമയം നടത്താനും പരാതികൾ നൽകുന്നതിന് പിന്തുണയേകാനും ഒരു വനിതാ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറെയും വനിതാ ഉദ്യോഗസ്ഥരെയും ഓഫീസിൽ വിന്യസിച്ചിട്ടുണ്ട്. വിഷയത്തിൽ ദേശീയ വനിതാ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഏപ്രിൽ 18-ന് TCS BPO യൂണിറ്റിൽ നേരിട്ട് അന്വേഷണം നടത്താൻ കമ്മീഷൻ ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ബോംബെ ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് സാത്നാഥ് ജാദവ്, ഹരിയാന മുൻ DGP BK സിൻഹ എന്നിവരടങ്ങുന്ന സമിതി ഏപ്രിൽ 18-ന് സ്ഥലം സന്ദർശിക്കും.